നമസ്കാരം. കേരള രാഷ്ട്രീയത്തിൽ മാറ്റത്തിന്റെ ശംഖുലിയായി മാറിയ നിയുക്ത MP സുരേഷ് ഗോപിയെ വരവേൽക്കുകയാണ് പൂരനഗരി. BJP വിപുലമായ ആഘോഷങ്ങളാണ് തൃശൂരിൽ അരങ്ങേറുന്നത്. തികച്ചും പൂരസമാനമായ വലിയൊരു ജനസഞ്ചയം തന്നെയാണ് തൃശൂർ നഗരത്തിൽ ഒത്തുകൂടിയിരിക്കുന്നത്. തൃശൂർ എങ്ങനെ സുരേഷ് ഗോപി കൈയടക്കി? ഇന്നലെ മുതൽ ഉയരുന്ന ചോദ്യമാണ് ഇത്. തൃശൂരിൽ CPM-ന്റെ ചെങ്കോട്ടയെ കാവി പുതപ്പിച്ചുകൊണ്ട് സുരേഷ് ഗോപി ജയിച്ചു കയറിയത് തൃശൂരിലെ ജനങ്ങളുടെ മനസ്സിലേക്കാണ്. ശക്തന്റെ മണ്ണിൽ ഇക്കുറി നിലയുറപ്പിക്കാമെന്ന് സുരേഷ് ഗോപി കരുതിയിരുന്നില്ല. പക്ഷേ തൃശൂരിലെ ജനങ്ങൾ സുരേഷ് ഗോപിക്ക് കൊടുക്കാൻ വെച്ചിരുന്ന ഒരു സർപ്രൈസ് ഗിഫ്റ്റാണ് സുരേഷ് ഗോപിയുടെ ഈ വിജയം എന്ന് പറയേണ്ടി വരും. തൃശൂരിൽ അടിയൊഴുക്കുണ്ടാക്കാൻ എങ്ങനെയാണ് സുരേഷ് ഗോപിക്ക് സാധിച്ചത്? തൃശൂർ പൂരം ഉണ്ടായ സമയത്ത് സുരേഷ് ഗോപിയെ ആരും ക്ഷണിക്കാതെയാണ് അദ്ദേഹം പൂരത്തിനായി പൂരനഗരിയിൽ എത്തിയത്. മാത്രമല്ല, മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പോലീസ് സേന ആവശ്യമല്ലാതെ ഉണ്ടാക്കി വെച്ച പൊല്ലാപ്പായിരുന്നു തൃശൂർ പൂരം അലങ്കോലമാക്കിയതിന് പിന്നിൽ. അപ്പോഴും രക്ഷകനായി അവിടെ എത്തിയത് സുരേഷ് ഗോപിയാണ്. മന്ത്രിമാരും മുഖ്യമന്ത്രിയുടെ പോലീസ് സേനയും ഒക്കെ അവിടെ ഉണ്ടായിട്ടും ഒരു ചെറുവിരൽ അനക്കാൻ ആർക്കും സാധിച്ചിരുന്നില്ല. ഒടുവിൽ സുരേഷ് ഗോപി എന്ന മനുഷ്യൻ നേരിട്ട് ഇടപെട്ടാണ് പകുതിയിൽ നിർത്തിവെക്കേണ്ടി വന്ന തൃശൂർ പൂരം പൂർണ്ണമാക്കാൻ സാധിച്ചത്. ജാതിക്കതീതമായ ഒരു ജനതയും അവിടുത്തെ ജനങ്ങളുടെ സ്നേഹവും ഒക്കെ അദ്ദേഹത്തിന്റെ കൂടെ നിന്നു. കേരളത്തിന്റെ സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കാൻ സുരേഷ് ഗോപി വേണ്ടിവന്നു എന്ന് വേണം പറയാൻ. പൂരം തൃശൂരുകാരുടെ മനസ്സാണ്, ഹൃദയമാണ്. അത് സുരേഷ് ഗോപിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. BJP അനുകൂലമാകാത്ത കേരളത്തിൽ കാവി പുതപ്പിച്ചുകൊണ്ട് തൃശൂർ അങ്ങ് എടുത്തത് സുരേഷ് ഗോപി എന്ന വ്യക്തിയുടെ സ്നേഹം കൂടിയാണ്. ഒരിക്കൽ കൈവെടിഞ്ഞവർ അത് തിരുത്തി എഴുതിയിരിക്കുന്നു. വേകുന്നതുവരെ കാത്തുനിന്ന സുരേഷ് ഗോപി അങ്ങനെ അത് ആറുന്നതുവരെ കാത്തുനിന്നു. അവസാനം അത് ചരിത്രമായി മാറുകയാണ് ഉണ്ടായത്. തൃശൂരിൽ BJP-യുടെയും മോദിയുടെയും അമിത്ഷായുടെയും ചാണക്യ തന്ത്രങ്ങളാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇടത് വലത് മുന്നണികൾക്ക് കടുത്ത വെല്ലുവിളിയായി സുരേഷ് ഗോപി മണ്ഡലത്തിൽ നിറഞ്ഞു നിന്നിരുന്നു. ജനങ്ങൾക്കൊപ്പം നിന്ന് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം അദ്ദേഹം കണ്ടു. 2019 തോൽവിക്ക് ശേഷം മണ്ഡലത്തിൽ നിന്നുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം വലിയ രീതിയിൽ പ്രവർത്തനം കാഴ്ചവെച്ചു. ജനകീയമായ പല പ്രശ്നത്തിലും സുരേഷ് ഗോപി ഇടപെട്ടു. അങ്ങനെ തൃശൂരിന്റെ ഒരു മുഖമായി അദ്ദേഹം മാറി. ജയിച്ചു പോയവർ മണ്ഡലത്തിൽ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് പറയുന്ന ാണ് അദ്ദേഹം ഇത്തരത്തിൽ ജനഹൃദയം കീഴടക്കിയത്. മണ്ഡലത്തിലെ സാമൂഹിക പ്രശ്നങ്ങളിൽ കൃത്യമായി പരിഹാരം കാണാൻ സുരേഷ് ഗോപിക്ക് കഴിഞ്ഞു. MP ആയിരുന്നപ്പോൾ ആവണിശ്ശേരി ഗ്രാമപഞ്ചായത്തിന് ദത്തെടുത്തതും ഹൈമാസ് ലൈറ്റുകൾ സ്ഥാപിച്ചതും ശക്തൻ മാർക്കറ്റിന്റെ നവീകരണത്തിനും സ്വരാജ് റൗണ്ടിലെ ആകാശപാതയ്ക്ക് പണം നൽകിയതും ചികിത്സാ സഹായം നൽകിയതുമെല്ലാം ഈ അടുത്ത അദ്ദേഹത്തിന്റെ മകളുടെ കല്യാണത്തിന് പ്രധാനമന്ത്രി നേരിട്ടെത്തിയതും കേരളത്തിൽ വലിയ അലയൊലികൾ ഉണ്ടാക്കി. കരുവന്നൂർ സഹകരണ ബാങ്ക് കൊള്ള കേന്ദ്ര സർക്കാരിന് മുന്നിൽ കൊണ്ടുവന്നതും ഗാന്ധി ജയന്തി ദിനത്തിൽ കരുവന്നൂരിലേക്ക് നടത്തിയ പദയാത്രയും ജനഹൃദയങ്ങളിൽ ഉണ്ടാക്കിയ സ്വാധീനം ചെറുതായിരുന്നില്ല. കരുവന്നൂരിലെ പണം ജനങ്ങൾക്ക് തിരികെ ലഭിക്കുമെന്ന് പ്രധാനമന്ത്രി ഉറപ്പു നൽകിയതും ജനങ്ങളുടെ വിശ്വാസം വർദ്ധിച്ചു. ആരോപണങ്ങളിൽ ആടി ഉലയാതെ ആരെയും പഴിചാരാതെ സുരേഷ് ഗോപി തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സജീവമായി തന്നെ നിന്നു. സുരേഷ് ഗോപിയെ മോശക്കാരനായി ചിത്രീകരിക്കാൻ വേണ്ടി എതിരാളികൾ മനഃപൂർവ്വം ആരോപണങ്ങൾ സൃഷ്ടിച്ചതാണെന്ന വിശ്വാസം അവിടുത്തെ ജനങ്ങൾക്ക് ഉണ്ടായി എന്ന ധാരണയാണ് വോട്ടെടുപ്പിൽ കണ്ടത്. കൃത്യമായ സംഘടനാ സംവിധാനത്തിലൂടെ വർഷങ്ങൾക്ക് മുൻപേ സുരേഷ് ഗോപിയെ മണ്ഡലത്തിൽ അവതരിപ്പിച്ച് ജനങ്ങൾക്ക് സുപരിചിതനാക്കിയതും നിർണായക ഘടകമായി മാറി. തൃശൂരിൽ നാരീശക്തി എന്ന പേരിൽ നടത്തിയ സ്ത്രീ സംഗമത്തിലൂടെയാണ് BJP കേരളത്തിൽ പ്രചാരണം ആരംഭിച്ചത്. ക്രിസ്ത്യൻ സമുദായത്തെ ഒപ്പം നിർത്തിയതും നേട്ടമായി. ലൂർദ് മാതാവിന് കിരീടം നൽകിയതിന്റെ പേരിൽ സൈബർ സഖാക്കളും മാധ്യമങ്ങളും വേട്ടയാടാൻ ശ്രമിച്ചതും അതിന്റെ സത്യം പുറത്തു വന്നതും സുരേഷ് ഗോപിയിലേക്ക് ജനങ്ങൾ കൂടുതൽ അടുക്കാൻ കാരണമായി. തൃശൂരിൽ അദ്ദേഹത്തിന് രാജകീയ വരവേൽപ്പ് നൽകിയിരിക്കുകയാണ് BJP. മുതിർന്ന BJP നേതാക്കളും സ്വീകരണ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേരാണ് നഗരത്തിലുടനീളം തടിച്ചുകൂടിയിരിക്കുന്നത്. പൂരത്തിനൊരുക്കുന്ന തരത്തിൽ വിപുലമായ ആഘോഷങ്ങളാണ് സുരേഷ് ഗോപിയെ സ്വാഗതം ചെയ്യാനായി സജ്ജമാക്കിയിരിക്കുന്നത്. 74,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് സുരേഷ് ഗോപി തൃശൂരിൽ വിജയിച്ചു കയറിയത്. 3 മണിയോടെ അണികളെയും വോട്ടർമാരെയും കാണാനായി സുരേഷ് ഗോപി തൃശൂരിലെത്തി. ജനങ്ങളോട് നന്ദി പ്രകടിപ്പിച്ചിരിക്കുന്നു.